എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മുഖത്ത് ഒത്തിരി മസിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ നന്നായിട്ട് വ്യായാമം കൊടുക്കണം. പിന്നെ രക്തയോട്ടം കൂടിയാൽ മാത്രമേ വിറ്റാമിനും മിനറലുകളും ഒക്കെ ഓരോ സെല്ലിലും എത്തിയിട്ട് നമ്മുടെ മുഖം നല്ല ശോഭയായിട്ട് ഇരിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യം, ഏതൊക്കെ രീതിയിലുള്ള ഫേസ് മസാജ് ആണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ളത് കൊടുക്കരുത് എന്നുള്ളത്. കാരണം ചില രീതിയിൽ നമ്മൾ വ്യായാമം എന്നുള്ള ഒരു മട്ടിൽ നമ്മൾ മുഖത്ത് കൊടുക്കുന്ന ആക്ഷൻസ് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ മസിലുകൾക്ക് ഒത്തിരി സ്ട്രെസ് കൂടിയിട്ട് അത് സ്കിന്നടക്കം സാഗാവാനുള്ള ഒരു കാരണത്തിലേക്ക് പോകും. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മുഖത്ത് വ്യായാമം എന്നുള്ള മട്ടിൽ നമ്മൾ ചെയ്യാനേ പാടില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിലിന് നല്ല റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊക്കെ ചെയ്യാം ഏതൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ മുഖത്തിന്റെ ഷേപ്പിന് ഒത്തിരി വ്യത്യാസം വരുത്താൻ കുറെയൊക്കെ നമുക്ക് പറ്റും വ്യായാമത്തിൽ കൂടി. അതിന്റെ ശാസ്ത്രീയമായ കാരണങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ മുഖത്ത് ഒരു മസാജ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ നമ്മുടെ തന്നെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ. അതില് നിങ്ങൾക്കറിയാലോ, നമുക്ക് wonderhealth.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ വണ്ടർ ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിന്റെ അണ്ടറിൽ നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. ഹെൽത്ത് പ്രൊഡക്റ്റുകളും ബ്യൂട്ടി പ്രൊഡക്റ്റുകളും. അതിൽ പെടുന്ന ഒന്നാണ് വി വാക്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചർ. ഇത് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുഖത്ത് കുറച്ച് തേച്ചിട്ട് നമുക്ക് ഫേസ് മസാജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മുഖത്ത് തേച്ചിട്ട് കിടക്കാം, പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയാം. ഞാൻ ആ രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ബ്യൂട്ടി ഓയിൽ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 6 തരത്തിലുള്ള ആയുർവേദ മരുന്നുകളും കൂടെ റോസാപ്പൂവിന്റെ ഒറിജിനൽ പെറ്റൽസ്, ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിൽ കസ്തൂരി മഞ്ഞളും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ 2 ദിവസം മുമ്പ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെന്തായാലും മേടിച്ചോളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഫേസ് മസാജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് നമുക്ക് മുഖത്ത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുളിക്കുകയോ കഴുകിക്കളയോ ഏത് രീതിയിൽ വേണേലും യൂസ് ചെയ്യാം. ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വി വാക്സിന്റെ ഈ ഒരു ബോഡി മോയ്സ്ചറും. ഇത് പകൽ ടൈം ഒക്കെ നമുക്ക് ബോഡിയിൽ ഉപയോഗിക്കാം. രാത്രിയാണെങ്കിലും കുളി കഴിഞ്ഞിട്ട് ബോഡിയിൽ മാത്രമല്ല കഴുത്തിലും അതുപോലെ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇത് രണ്ടുമാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നത് എന്റെ ഈ ഒരു ഫേസ് മസാജിന് വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ഫേസ് മസാജ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഴുത്തിന്റെ, അതായത് ചെവിയുടെ ഈ ഒരു 2 ഭാഗം ഇങ്ങനെ വിരൽ വെച്ചിട്ട് ആ ഒരു രീതിയിൽ താഴേക്ക് ഇച്ചിരി മുഖം ചെരിച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ താഴേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് വിടും. ഇത് മെഡിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറേ സിസ്റ്റങ്ങളുണ്ട്. അതിലൊരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൂടി ലിംഫാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകം ഒഴുകുന്നുണ്ട് എപ്പോഴും. അപ്പം നമ്മളെ സംബന്ധിച്ച് 2 കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. വീനസ് ഫ്ലോയും അതുപോലെ തന്നെ ഈ ലിംഫാറ്റിക് ഫ്ലോയും നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു സ്റ്റിമുലേഷൻ നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇതുപോലെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തുനിന്ന് താഴേക്ക് 2 വശത്തും ഇതുപോലെ തന്നെ നന്നായിട്ട്. ഞാൻ ഇതെല്ലാം ലാസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഞാൻ ഇതിന്റെ തിയറി പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് താത്തി മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലിംഫാറ്റിക് ഫ്ലോ നന്നായിട്ട് കൂടും. അത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുക. കഴുത്തിന്റെ 2 വശത്തുനിന്ന് ഇതുപോലെ നന്നായിട്ട് താഴേക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ നമ്മുടെ ഇവിടെയുള്ള ആ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം ഒന്ന് സ്റ്റിമുലേറ്റ് ആയിട്ട് ഒന്ന് ഓക്കെ ആകും, ആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ ഇനി മുഖത്ത് ചെയ്യുന്ന എല്ലാ ഫേസ് മസാജിന്റെ ആ എഫക്റ്റില് കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡുകള് അങ്ങനെ എല്ലാം ഒന്ന് ഒഴുകി താഴേക്ക് പോരാൻ വേണ്ടി ആ ലിംഫാറ്റിക് ഫ്ലോ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴും ഈ ഒരു ചെവിയുടെ താഴെ മുതൽ കഴുത്തിന്റെ ഈ ഒരു വശം മുതൽ താഴേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 2 വശത്തും ഇങ്ങനെ താഴേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഫേസ് മസാജ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അതിനുമുമ്പ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരു 30 വയസ്സായ ഒരു പെണ്ണ് അല്ലെങ്കിൽ ആണ്, അവർക്ക് പോലും ഇന്നത്തെ കാലത്ത് വല്ലാതെ നേസൽ ലേബിയൽ ഫോൾഡ്, അതായത് ലാഫിംഗ് ലൈൻ ഇവിടെ മുതൽ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് വല്ലാതെ ഫോൾഡ് ആയിട്ട് ഇങ്ങനെ കാണാം ചിലരെ സംബന്ധിച്ച്. അപ്പൊ ഇത് നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു കാര്യമാണ് ഈ നേസൽ ലേബിയൽ ഫോൾഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് നമ്മുടെ വയസ്സ് പറയാതെ പറയും. ഇവർക്ക് ഭയങ്കര ഏജ് ഉണ്ട് എന്ന് പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വയസ്സില്ലെങ്കിലും ഉള്ള വയസ്സിനേക്കാളും ഒത്തിരി കൂടുതൽ, ഇപ്പൊ ഒരു 30 വയസ്സ് 35 വയസ്സുള്ള ഒരു ലേഡിക്കാണെങ്കിൽ, ഇപ്പൊ നമ്മള് ലേഡീസിനെ കുറിച്ച് കൂടുതൽ പറയാം. ആണുങ്ങൾക്കും സെയിം പ്രശ്നമുണ്ട് കേട്ടോ. ഒരു 35 വയസ്സായ ഒരു ലേഡിക്കാണെങ്കിലും ഇത് വല്ലാതെ ഒരു ഡീപ്പ് ക്രീസ് ആയിട്ട് ഇതുപോലെ മുളി മുതൽ താഴെ വരെ ഇങ്ങനെ
ഫോൾഡ് ആയിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നമ്മൾ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഒരു 48-50 വയസ്സ് തോന്നിക്കും. അപ്പൊ ഈ നെയ്സലിബിയൽ ഫോൾഡ് നമുക്ക്, അതായത് ലാഫിംഗ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ വല്ലാത്തൊരു തലവേദന, വല്ലാത്തൊരു സ്ട്രെസ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചില സീക്രട്ട് ആയിട്ടുള്ള മസാജ് ടെക്നിക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നേസൽ ലേബിയൽ ഫോൾഡ് അല്ലെങ്കിൽ ലാഫിംഗ് ലൈൻ ഇങ്ങനെ വരുന്നത് എന്നാണ്. നമ്മുടെയൊക്കെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തടി കൂടിയത് കൊണ്ടാണോ, ഇനി വിറ്റാമിനും മിനറലും ഒക്കെ കുറഞ്ഞു പോയത് കൊണ്ടാണോ, അത് ഇനി ഹോർമോൺ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ നൂറ് പ്രശ്നങ്ങൾ, ഇനി നമ്മുടെ ഉള്ളിൽ ഒത്തിരി സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണോ, ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ആദ്യം തോന്നുക. എന്നാൽ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ മസിൽസിന് ക്രോണിക് ആയിട്ട് വരുന്ന ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ കൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള ലാഫിംഗ് ലൈൻ വന്നു ചേരുന്നത്. നമ്മുടെ മുഖത്ത് ഒത്തിരി മസിൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇതിന് മെഡിക്കലി പറയുന്നത് ഫേഷ്യൽ മസിൽസ് എന്നാട്ടോ. അപ്പൊ ക്രോണിക് ആയിട്ട് നമ്മുടെ ഈ ഫേഷ്യൽ മസിൽസിന് വരുന്ന സ്ട്രെസ്, ടെൻഷൻ, അത് നമ്മൾ അടിക്കുന്ന ഒരു ടെൻഷൻ സ്ട്രെസ് ഉണ്ടല്ലോ, അതല്ല ഈ ഒരു സ്ട്രെസ് ടെൻഷൻ എന്ന് മെഡിക്കലി പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ഈ ഒരു ടെൻഷൻ കൊണ്ടാണ്, ഫേഷ്യൽ മസിൽസിനുണ്ടാകുന്ന ടെൻഷൻ കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ലാഫിംഗ് ലൈൻ അല്ലെങ്കിൽ മുഖത്ത് വല്ലാതെ ചുളികൾ വരുന്നത്. നമ്മുടെ മുഖത്ത് ഒത്തിരി ഫേഷ്യൽ മസിൽ ഉള്ളത് കൊണ്ട്, ഇത്തരം ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഓരോ എക്സ്പ്രഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒത്തിരി ഭാവങ്ങളുണ്ടല്ലോ, ശൃംഗാരമുണ്ട്, ദേഷ്യമുണ്ട്, ചിരിയുണ്ട്, സന്തോഷമുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അങ്ങനെ നമ്മൾ ഇനി എന്തെങ്കിലും കോപ്രായം കാണിച്ചാൽ അതിന് എക്സ്പ്രഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി രസങ്ങൾ നമ്മുടെ മുഖത്ത് വരുത്തുന്നത്, അതായത് എക്സ്പ്രഷൻസ് നമുക്ക് വരുത്താൻ പറ്റുന്നത് ഈ ഫേഷ്യൽ മസിൽ ഗ്രൂപ്പ് നമ്മുടെ മുഖത്ത് ഉള്ളത് കൊണ്ടാണ്. ഇനി നേസൽ ലേബിയൽ ഫോൾഡ് അഥവാ ലാഫിംഗ് ലൈൻ മുഖത്തുണ്ടാവാൻ കാരണമാകുന്ന മസിൽ ഗ്രൂപ്പ് ഏതാന്നുള്ളത് ഇവിടെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കാം. കണ്ടോ, ഈ ഒരു മസിൽ ഗ്രൂപ്പിൽ ഇതിൽ ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു മസിൽ ഗ്രൂപ്പ്, ഇതിന്റെ താഴേക്കും കണ്ടോ, ഈ ഭാഗത്തേക്കും ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഇങ്ങോട്ടും ഉണ്ട്, ഈ ഭാഗത്തേക്ക് എല്ലാം ഉണ്ട്. ഈ ഒരു മസിൽ ഗ്രൂപ്പിന് വരുന്ന സ്ട്രെസ്, ടെൻഷനാണ് നമുക്ക് ക്രോണിക് ആയിട്ട് ലാഫിംഗ് ലൈൻ വല്ലാതെ ഫോൾഡ് ആയിട്ട് നമ്മുടെ മുഖത്ത് ഇതുപോലെ വരയായിട്ട് താഴേക്ക് ഇങ്ങനെ കെട്ടിക്കിടക്കും. അത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഏജ് തോന്നുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഫേഷ്യൽ മസിലിന്റെ, ഈ മസിലിനുണ്ടാകുന്ന ദീർഘനാളത്തെ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ, ഇതുകൊണ്ടാണ് നമുക്ക് ലാഫിംഗ് ലൈൻ ഉണ്ടാകുന്നത്. ഈ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഈ മസിൽ ഗ്രൂപ്പുകൾ റിലാക്സ് ആവുകയും ഇതിലുണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും കുറയുകയും വേണം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ സ്ട്രെസ്, ടെൻഷൻ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ ഉള്ളിലടിക്കുന്ന ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടല്ലോ, അതാണോ ഈ മസിലുകൾക്ക് വരുന്നതെന്ന്? അതല്ലേ അല്ല. മസിലുകൾക്കുണ്ടാകുന്ന, ഫേഷ്യൽ മസിൽസിനുണ്ടാകുന്ന സ്ട്രെസ്, ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കൊളാജൻ കുറയുന്നതുകൊണ്ട്. കൊളാജൻ നിങ്ങൾക്ക് അറിയാം, ഫുഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണത്. അതായത് നമ്മുടെ മസിലുകളെയൊക്കെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്താനും ഒരു ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യാനും വേണ്ടി നമ്മുടെ സ്കിന്നിനെ സഹായിക്കുന്ന ചിലതരം പ്രോട്ടീനുകളാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പൊ കൊളാജൻ നമ്മുടെ ശരീരത്ത് ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തില് ഈ ഒരു മസിൽ ഗ്രൂപ്പുകൾക്ക് സ്ട്രെസ്സും ടെൻഷനും വരും. പിന്നെ ഓവർ വെയിൽ കൊള്ളുന്നത്, അതുപോലെ തന്നെ നമ്മൾ വേണ്ട വിറ്റാമിനും മിനറൽസും അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുന്നത്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറെ സിസ്റ്റം ഉണ്ടെന്ന്. അതില് ബ്ലഡ് ഒക്കെ ഒഴുകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതുപോലെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഒക്കെ ഒഴുകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും ഒഴുകി മാറ്റപ്പെടണം. എന്ത് സാധനം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ സെല്ലുകൾക്ക് ഒരു സ്ട്രെസ്സും ടെൻഷനും വരില്ലേ? ഇപ്പൊ നമ്മൾ കയ്യിലൊരു സാധനം കുറേ നേരം പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കയ്യിലെ മസിലുകൾക്ക്, കൈക്ക് ഭയങ്കരമായ സ്ട്രെസ്സും ടെൻഷനും വേദനയും ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്ത് ഒത്തിരി മസിൽ ഗ്രൂപ്പുകളുണ്ട്. അതിന്റെ ഇടയ്ക്കോടെ ഒത്തിരി ബ്ലഡ് വെസൽസും ഉണ്ട്, ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഒത്തിരി വെസൽസും ഉണ്ട്. അപ്പൊ ഈ ലിംഫാറ്റിക് വെസല്, അതില് ഫ്ലൂയിഡ് കെട്ടിക്കിടന്നാലും ഒക്കെ ആ ഭാഗത്തുണ്ടാകുന്ന മസിലുകൾക്കും സെല്ലുകൾക്കും സ്ട്രെസ്, അതായത് അവിടെ ഒരു ബുദ്ധിമുട്ട്, ഭാരം അനുഭവപ്പെടുമല്ലോ, അത് നമ്മുടെ സ്കിന്ന് സാഗാവാനും അവിടെ ഫോൾഡ് ഉണ്ടാവാനും ചുളികൾ വീഴാനുമുള്ള കാരണം ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫേഷ്യൽ മസിൽസിന് വരുന്ന സ്ട്രെസ്, ടെൻഷൻ എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഉള്ളിലടിക്കുന്ന ആ ടെൻഷനും സ്ട്രെസ്സും അല്ല. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളെ മുഖം കൊണ്ട് കാണിക്കുന്ന ഓവർ എക്സ്പ്രഷൻ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ കാലം നമുക്ക് ഒരേ പലതരത്തിലുള്ള വേണ്ടാത്ത അബ്നോർമൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ, അതായത് ദേഷ്യം, അതുപോലെ കലി, അത് രണ്ട് സെയിം ആണല്ലോ അല്ലെ, വല്ലാത്ത ദേഷ്യം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിക്കില്ലേ മുഖം കൊണ്ട്, ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര
ഭയങ്കരമായിട്ട് ചിരി, കണ്ടിന്യൂസ് നമ്മൾ ചിരിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുഖം കൊണ്ട് എന്തെങ്കിലും എക്സ്പ്രഷൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടുത്തെ മസിലുകൾക്ക് ഒരു സ്ട്രെസ്സും ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുഖം കൊണ്ടൊന്ന് കാണിച്ചു നോക്കും. ഇങ്ങനെ കല്ല് പിടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഭാഗം ഇങ്ങനെ വലിഞ്ഞ് മുറുകെ ഇരിക്കുകയല്ലേ, അപ്പൊ അവിടെ ഒരു പ്രഷർ ടെൻഷൻ വരുന്നില്ലേ? അതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും കോമഡി ഷോ ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കുന്നു, മസിൽ മുഴുവൻ വേദന എടുക്കുന്നു നമ്മൾ പറയാറില്ലേ? അങ്ങനെ അപ്പൊ ഓവർ ചിരിക്കല്ലേ, കുറേ നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മടുത്ത് വേദന എടുക്കുന്നു, അങ്ങനെ നമ്മൾ പറയത്തില്ലേ? അത് ആ വേദന എന്ന് പറയുന്നത് ആ മസിലുകൾക്ക് കിട്ടുന്ന സ്ട്രെസ് ടെൻഷൻ കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പെയിനും ഒരു ബുദ്ധിമുട്ടുമാണ്, ഒരു കടച്ചിൽ തോന്നുക പറയില്ലേ, ആ ഒരു രീതിയിൽ. അതായത് പറഞ്ഞു വന്നത് നമ്മൾ മുഖം കൊണ്ട് കാണിക്കുന്ന ഓവർ കോപ്രായങ്ങൾ, ഓവർ എക്സ്പ്രഷൻസ്, അത് ഏത് രീതിയിലായിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, കാണിക്കുന്ന എന്തെങ്കിലും കോപ്രായം ആയിക്കോട്ടെ, ചിരി ആയിക്കോട്ടെ, ഓവർ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ ഒരു ഫേഷ്യൽ മസിൽ ഗ്രൂപ്പിന് സ്ട്രെസ് ടെൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു നേസൽ ലേബിയൽ ഫോൾഡ് അല്ലെങ്കിൽ ലാഫിംഗ് ലൈൻ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുഖത്തിന് ഒരു വ്യായാമവും കൊടുത്തിട്ടില്ല, മുഖത്തെ മസിലുകളൊക്കെ ഇങ്ങനെ റിജിഡ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തിന് ഒരു തരത്തിലുള്ള ഒരു മൂവ്മെന്റ് പറ്റൂല. എസ്പെഷ്യലി നമ്മുടെ ഈ മേൽ ചുണ്ടിന്റെ ഈ മൂക്കിന്റെ ഈ തുളയില്ലേ, ഇതിന്റെ അറ്റത്ത് ഈ ഒരു ഭാഗത്ത് ഒരു ഹോളോ ഏരിയ ഉണ്ട്. ഈ ഒരു ഹോളോ ഏരിയയിൽ ഒട്ടും മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂക്കിന്റെ ഈ ഒരു തുളയുടെ ഭാഗത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഭയങ്കര റിജിഡ് ആയിട്ട് അവിടെയുള്ള മസിലുകളൊക്കെ ഇരിക്കുന്നു എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓവർ വോയിസ് കൊടുക്കാം, കാണിച്ചോട്ട് പറയാൻ പറ്റത്തില്ല. കണ്ടോ, എനിക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഞാൻ എപ്പോഴും ഫേസ് മസാജ് ചെയ്യുന്നുണ്ട്, ഫേസിന് നമ്മുടെ ഈ ഒരു മസിൽ ഗ്രൂപ്പുകൾക്ക് ആവശ്യത്തിനുള്ള റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ റിജിഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫേഷ്യൽ ഇങ്ങനത്തെ ഒരു ലാഫിംഗ് ലൈൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒട്ടും മൂവ്മെന്റ് ഒട്ടും സാധ്യമാവില്ല. അതൊരു ടെസ്റ്റാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഫേസ് മസാജിലേക്ക് പോകാം. അപ്പൊ ഫേസ് മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും മുഖം നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഫേസ് മസാജ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രീമോ ഒരു ലോഷൻ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. ഇനി എന്റെ അടുത്ത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് വിടുവാണെങ്കിൽ വിവാക്സിന്റെ നാച്ചുറൽ ബോഡി മോയ്സ്ചർ ഉണ്ട്. ഇത് നമുക്ക് മുഖത്ത് തേച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് മസാജ് ഓയിൽ മുഖത്ത് തേച്ചിട്ട് മസാജ് ചെയ്യാം. ഞാൻ ഈ ഫേസ് മസാജ് ഓയിൽ മുഖത്ത് തേച്ചിട്ട് നമുക്ക് കുറച്ച് ബലം കൊടുത്ത് നമ്മുടെ മുഖത്തിന് നമുക്ക് ചെയ്യേണ്ട എക്സസൈസുകളോ മസാജുകളോ ഒന്നും നമുക്ക് ഈ ഒരു ലോഷൻ തേച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ പറ്റൂല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ബോഡി മോയ്സ്ചർ കുറച്ച് മുഖത്തെടുത്ത് തേച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കൂടുതൽ ഓക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഒരു ബലമൊക്കെ മുഖത്ത് കൊടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് ഇത് 2 എണ്ണം മേടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ മുഖത്തിന്റെ ഈ ഒരു എക്സസൈസ് ചെയ്യാനും നിങ്ങളുടെ മുഖത്തിന്റെ ചുളിവുകളൊക്കെ മാറി നല്ലൊരു വി ഷേപ്പ് നിങ്ങളുടെ മുഖത്തിന് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ ഇതിലേതെങ്കിലും മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് 2 കൂടി മേടിക്കാം. ഇത് നമുക്ക് തേച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം, അല്ലെങ്കിൽ അങ്ങനെ തേച്ച് വെച്ചിട്ട് കുളിക്കുമ്പോൾ കുളിക്കാം. ആ ഒരു രീതിയിൽ മുഖം കഴുകി കളയാം. ഏതെങ്കിലും ഒരു ഫേസ് വാഷ് പൗഡറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം. ഇതാണെങ്കിൽ നമുക്ക് തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഫേസ് മസാജിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഒരു ലാഫിംഗ് ലൈൻ വരാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു രീതിക്ക് മൂവ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, ആ രീതിക്ക് നമുക്ക് അവിടെ കൊടുക്കുന്ന ഒരു വൈബ്രേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കാണിച്ച നീല ഗ്രൂപ്പ് മസിൽ ഉണ്ടല്ലോ, ആ ഒരു മസിൽ ഗ്രൂപ്പിന്റെ ആ ഒരു റിലാക്സേഷന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം.
രീതിയിൽ അവിടെ ഒരു വൈബ്രേഷൻ കൊടുക്കാം, രണ്ടു വശത്തും കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്തത്, ഈ ഭാഗത്തൊക്കെയുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡ് നന്നായിട്ട് പിന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോസിന്റെ ഈ ഭാഗത്തുനിന്ന് ഇവിടെയൊക്കെ ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പെരിഫറൽ ഏരിയയിലേക്ക് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അത് താഴേക്ക് ലിംഫാറ്റിക് ഫ്ലൂയിഡ് അങ്ങനെ ഒഴുകി പോയിക്കോളും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു കൈ കൊണ്ട് നമ്മുടെ ഈ നോസിന്റെ വശം ഇങ്ങോട്ടേക്ക് പിടിച്ചു വെച്ചിട്ട് ഇപ്പുറവശത്ത് നന്നായിട്ട് ഇവിടെ മുതൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ള, പെരിഫറൽ ഏരിയയിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇപ്പുറ സൈഡ് നിങ്ങൾ ചെയ്യാം. ഞാനിപ്പോ ഒരു വശത്ത് കാണിച്ചു തരാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫുൾ മസാജുകൾ മാത്രമായിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ, വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിന്റെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം കൂടി പറയുകയോ കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ രണ്ടു വശത്തും ചെയ്യാത്തത്. അപ്പൊ ഈ ഒരു രീതിയിൽ പെരിഫറൽ ഏരിയയിലേക്ക് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ലിംഫാറ്റിക് ഫ്ലൂയിഡ്, കെട്ടിക്കിടക്കുന്ന ലിംഫാറ്റിക് ഫ്ലൂയിഡ് എല്ലാം ആ വശത്തേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് ഒഴുകി പോയിക്കോളും. ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ച്, അപ്പൊ വലിയ രണ്ട് ലിംഫാറ്റിക് പിന്നെ വെസൽസ് നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തു കൂടി താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് എല്ലാം കെട്ടിക്കിടക്കുവാണെങ്കിൽ ആ ഭാഗത്തെ മസിലിനൊക്കെ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും വന്നിട്ട് സ്കിന്നും കൂടി സാഗായിട്ട് ഒരു സ്വെല്ലിംഗ് ഉണ്ടാവാൻ തുടങ്ങും അവിടെ. അപ്പൊ എന്താ, നമുക്ക് ആ ഒരു മുഖത്തിന് ഒരു വി ഷേപ്പോ മുഖത്തിന് അതിൻ്റെതായ ഒരു നല്ല ഭംഗിയുള്ള ഷേപ്പോ ഒന്നും ഉണ്ടാവില്ല. ഒരു അസിമെട്രി ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മുഖമൊക്കെ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്വെല്ലായിട്ട് ഇങ്ങനെ തൂങ്ങി കുറെ സ്കിൻ തൂങ്ങി, കുറെ അല്ലാതെ സ്വെല്ലായിട്ട് ഷേപ്പ് ഇല്ലാതെ, അങ്ങനെ നമ്മൾ പല്ല് കൂട്ടി കടിച്ചാൽ പോലും പല്ലിന്റെ നേരെയൊത്ത് നമുക്ക് കടിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയായിരിക്കും നമ്മുടെ മുഖത്തിന്റെ ആ ഒരു അലൈൻമെന്റേ മാറിയ പോലെ അങ്ങനെ ഒരു രീതിയിലേക്ക് ആയി പോകും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മസിൽ ഗ്രൂപ്പിന് വരുന്ന സ്ട്രെസ്സും ടെൻഷനും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ലിംഫാറ്റിക് ഫ്ലൂയിഡ് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട, ലിംഫാറ്റിക് ഫ്ലൂയിഡ് നന്നായിട്ട് ഒഴുകി താഴേക്ക് പോകാൻ പാകത്തിന് നമുക്ക് മസാജ് കൊടുക്കണം. എന്നാലാണ് ആ ഭാഗത്ത് കെട്ടിക്കിടക്കാതിരിക്കുക. അതിനുവേണ്ടി നമ്മുടെ കഴുത്തിന്റെ ഈ രണ്ട് ഭാഗത്തു കൂടി വലിയ ലിംഫാറ്റിക് വെസൽസ് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ നമ്മൾ കഴുത്ത് ഇതുപോലെ ഉയർത്തിയിട്ട്, ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രീമോ ലോഷനോ ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഡ്രൈ ആയിട്ടുള്ള മുഖത്തേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. ഞാനിപ്പം ചെയ്യാത്ത, ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ വന്നിരിക്കുന്നുണ്ട്. വീഡിയോയിൽ ഭംഗിയായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടുമാണ് ഞാനിപ്പൊ അങ്ങനെ കാണിക്കാത്തത്. ഞാൻ ഇനി ഈ മുഖത്ത് ഈ ഓയിലും ഇതൊക്കെ തേച്ചിട്ട് അത് മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ലേറ്റർ. ഇപ്പൊ ഞാനിത് പറയാനിരിക്കുന്നുണ്ട്, വൃത്തിയായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്താൽ ഞാനിപ്പം ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ കാണിക്കുമ്പോൾ അല്ല കാണിക്കട്ടെ, നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ ഒരു ക്രീമോ ഓയിലോ ഒക്കെ തേച്ചിട്ട് വേണം ചെയ്യാനും. ഇങ്ങനെ മുഖം നന്നായി ഈ കഴുത്ത് നന്നായിട്ട് ഉയർത്തിയിട്ട് നമ്മൾ നന്നായിട്ട് താഴേക്ക് ഈ ഒരു ലിംഫാറ്റിക് വെസൽസിന് നല്ല മസാജ് തന്നെ കൊടുക്കണം. അപ്പൊ ലിംഫാറ്റിക് ഫ്ലൂയിഡ് എല്ലാം ഒഴുകി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് എപ്പോഴും ഒരു രണ്ട് വിരൽ ചെവിന്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ കയറ്റിയിട്ട് ആ ഭാഗം മുതൽ താഴേക്ക് ഇങ്ങനെ താത്തി ഇങ്ങനെ മസാജ് ചെയ്യുകയാണ് വേണ്ടത്. അത് കഴുത്തിന്റെ ഈ ഭാഗത്തോടെയാണ് ഈ വെസൽസ് പോകുന്നത്. അപ്പൊ ഈ ഭാഗത്ത് എല്ലാം ഒരു ഒഴുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. നേരെയും ഒക്കെ ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. മിക്കവാറും എന്റെ മൈക്കേക്കടെയൊക്കെ ഞാൻ മസാജ് ചെയ്ത് താഴേക്ക് മൈക്ക് ഊർത്തിക്കളയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായത് നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊരു ഓറൽ ഡയഫ്രം ഉണ്ട് മെഡിക്കലി, അപ്പൊ പറയുകയാണെങ്കിൽ അപ്പൊ ആ ഒരു ഭാഗത്തിന്റെ ഇവിടെ മുതൽ താഴേക്കാണ് നമ്മൾ ഈ ഒരു ലിംഫാറ്റിക് വെസൽസിന് അനുബന്ധമായിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ ഇറക്കേണ്ടത്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഒരിക്കലും താഴോട്ട് മസാജ് ചെയ്യരുത്, എപ്പോഴും മണ്ടയ്ക്കോട്ട് മാത്രമേ ഇങ്ങനെ വലിച്ചു കയറ്റിയ മസാജ് ചെയ്യാവുള്ളൂ. നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. അതൊരിക്കലും ശരിയല്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ലിംഫാറ്റിക് ഫ്ലൂയിഡ് ആ ഒരു ബ്ലഡിന്റെ ഒഴുക്കും ഒക്കെ താഴേക്ക് നമുക്ക് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാലേ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡുകൾ ബ്ലഡ് വെസൽസിലാണെങ്കിലും അങ്ങനെ ചെയ്താൽ മാത്രമേ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ് ലിംഫാറ്റിക് വെസൽസിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ് ആ ലിംഫാറ്റിക് ഫ്ലൂയിഡിന്റെ ഒക്കെ ഒരു ഒഴുക്ക് സാധ്യമാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താഴേക്ക് മസാജ് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ഓറൽ ഡയഫ്രത്തിനോടനുബന്ധമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡീപ്പ് ഇന്റേണൽ ച്യൂയിങ് മസിലും അതുപോലെ എക്സ്റ്റേണൽ ച്യൂയിങ് മസിലും ഉണ്ട്. പിന്നെ സബ്കുട്ടേനിയസ് മസിലും ഈ ഭാഗത്ത് ഒത്തിരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കഴുത്തിന്റെ ഭാഗത്ത് ധാരാളം മസിൽ ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ ഇതുപോലെ ചരിക്കുമ്പോ കണ്ടോ, ഇവിടെ കണ്ടോ തിക്കായിട്ടൊരു കട്ടിയിൽ വരുന്ന മസിൽ കണ്ടോ, ഈ ഒരു മസിൽ. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു സൈഡിലേക്ക് മുഖം കുറച്ച് ഉയർത്തിയിട്ട്
ഈ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് ഈ ഒരു മസിലിന്, അതായത് ഈ തിക്കായിട്ട് കാണിക്കുന്ന ഈ ഒരു മസിലിന് നന്നായിട്ട് മസാജ് കൊടുക്കണം. താഴേക്ക് മുഖം കുറച്ച് ഉയർത്തുക, എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉയർത്തുക മുഖം. അപ്പൊ ഈ ഒരു മസിൽ നന്നായിട്ട് ഇങ്ങനെ ഒരു റിലാക്സേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ജോ ലൈനൊക്കെ നല്ല ഷേപ്പില് ഭംഗിയായിട്ട് കുറച്ച് നാൾ, ഒരു 3 ആഴ്ചയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജോ ലൈനൊക്കെ നന്നായിട്ട് ഷേപ്പിൽ വരുന്നത് കാണാം. ഈ ഒരു ഗ്രൂപ്പ്, ഈ ഒരു വലിയ മസിലിന്റെ കാര്യം ഞാൻ പറയുന്നത്, അത് ഒന്നെങ്കിൽ അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ മുഖം ഒരു സൈഡിലേക്ക് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മസിൽ ഗ്രൂപ്പിന് പിടുത്തം കിട്ടും. അപ്പൊ അതിന് നന്നായിട്ട് ഇതുപോലെ മസാജ് കൊടുക്കുക. ഇത് 2 സൈഡിലും ചെയ്യണം കേട്ടോ. ഞാനിപ്പോ ഒരു സൈഡിലേ കാണിച്ചു തരുന്നുള്ളൂ. ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഓറൽ ഡയഫ്രത്തിന്റെ അറ്റത്ത്, അതായത് നമ്മുടെ ഈ ചെവിയുടെ താഴെ ഈ ഭാഗത്തായിട്ട് ഒരു കുഴിയുണ്ട്. നിങ്ങൾ തൊട്ട് നോക്ക്. ഇവിടെ നമ്മുടെ ഓറൽ ഡയഫ്രത്തിന്റെ അറ്റത്ത്, ജോ ലൈനിന്റെ അറ്റത്തായിട്ട് ഈ ഭാഗത്ത് ഒരു കുഴിയുണ്ട്. ആ ഒരു കുഴിയുടെ ഭാഗത്ത് നമ്മളിങ്ങനെ വിരല് കുറച്ചിങ്ങനെ താത്ത് വെച്ച് പ്രസ് ചെയ്യുക അവിടെ. പിന്നെ ഒരു വിരല് നമ്മുടെ ഈ ഒരു ഓറൽ ഡയഫ്രത്തിന്റെ ജോ ലൈനിന്റെ ഒരു നടുക്കായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒരു എന്താ പറയാ, മൂവ്മെന്റ് കൊടുക്കുക. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയാം, എന്നിട്ട് പറയാം. പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ ഈ ഒരു ജോ ലൈൻ ചേരുന്ന സ്ഥലം, ചെവിയുടെ തൊട്ട് താഴെ, അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഏരിയ ഉണ്ട്, ഒരു കുഴിയുണ്ട്. അവിടെ വിരൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുഴിയിൽ നമ്മൾ ഒരു വിരൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ വേറെ ഏതെങ്കിലും ഒരു വിരൽ നമ്മുടെ ജോ ലൈനിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട്, അപ്പൊ ഇത്ര ഏരിയ നമ്മുടെ കൈക്കുള്ളിലായല്ലോ, എന്നിട്ട് അവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. കാണിച്ചു തരാം. ഈ തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് കൂടുകയും അതുപോലെ ഈ ജോ ലൈൻ നല്ലൊരു ഷേപ്പിലേക്ക്, ഒരു വി ഷേപ്പിലേക്ക് ഇവിടെ വന്നു ചേരുകയും ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ കഴുത്തിന്റെ ഈ ഭാഗത്തേക്ക് എല്ലാം താഴേക്ക് മസാജ് ചെയ്തു, ലിംഫാറ്റിക് ഫ്ലൂയിഡ് എല്ലാം താഴേക്ക് വിട്ടു. പിന്നെ ഈ നേരത്തെ തന്നെ തുടങ്ങിയപ്പോ തന്നെ ഈ ചെവിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നന്നായിട്ട്, ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തതല്ലേ, അങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഓറൽ ഡയഫ്രത്തിന്റെ അറ്റത്ത് ഇവിടെയുള്ള ഒരു പിന്നെ കുഴിയുണ്ടല്ലോ, ആ ഭാഗം, ജോ ലൈൻ ചേരുന്ന ഒരു ഭാഗം, അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൈ പിടിച്ചിട്ട് ഇവിടെ നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തപ്പോ ഈ ഭാഗത്തുള്ള എല്ലാ ഫ്ലൂയിഡുകളും കെട്ടിക്കിടക്കുന്ന ആ ഫ്ലൂയിഡ് എല്ലാം താഴേക്ക് പോകും. അവിടെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താഴേക്ക്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഒരു അബ്നോർമൽ ഷേപ്പിലേക്ക് സാഗാവാതെ, അല്ലെങ്കിൽ കെട്ടിക്കിടന്നിട്ട് ഒരു അസിമെട്രി ഷേപ്പിലേക്ക് പോകാതെ ആ ജോ ലൈൻ നന്നായിട്ട് പ്രൊമിനന്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ തുടങ്ങും. ഇനിയിപ്പം അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ലാഫിംഗ് ലൈൻ മാത്രമല്ല, നമ്മള് ലേഡീസിനൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു 30 കഴിഞ്ഞ ലേഡീസ്, ചിലപ്പോൾ അതിനും താഴെയുള്ള ലേഡീസിന് വരെ കണ്ണിന്റെ താഴെ ഇങ്ങനെ മത്തങ്ങ പോലെ നീര് വെച്ച പോലെ വേർത്ത് കെട്ടിയിരിക്കുന്ന കാണാം. പ്രായമുള്ളവർക്ക് പിന്നെ പറയുകയും വേണ്ട, ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിന് 2 ഉപാധികളാണ് ഉള്ളത്. ഒന്ന്, നമ്മള് മസാജ് ചെയ്തിട്ട് കിടക്കുക, വൈകുന്നേരം ആണെങ്കിലും രാത്രിയൊക്കെ കിടക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്തിട്ട് കിടക്കുക. ഇനിയിപ്പോ രാവിലെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, മുഖമൊക്കെ കഴുകി കഴിയുമ്പോൾ കണ്ണിനൊരു എക്സസൈസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അന്നേരം അത് അവിടെ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ് ആണ് ഈ പ്രശ്നം. ലിംഫാറ്റിക് ഫ്ലൂയിഡും അല്ലെങ്കിൽ പിന്നെ അല്ലാത്ത ഫ്ലൂയിഡുകളൊക്കെ സെല്ലിൽ ആ ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നതാണ് പ്രശ്നം. അതൊന്ന് റിലീസായി റിമൂവ് ആയി കിട്ടണം, ലിംഫാറ്റിക് ഫ്ലോ കൂടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കണ്ണിനൊരു എക്സസൈസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ കൂടെ നമ്മള് പിന്നെ രാവിലെ എണീറ്റ് വരുന്ന വഴി തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒന്നിച്ച് കുടിക്കാൻ നോക്കുക. അപ്പം വളരെ പെട്ടെന്ന് തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ മൂത്രമൊഴിച്ച് നമ്മൾ പോകുന്ന കൂട്ടത്തില് ഈ ഒരു സ്വെല്ലിങ് നന്നായിട്ട് കുറഞ്ഞായിട്ട് നമുക്ക് മനസ്സിലാവും. ഒത്തിരി 2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളമൊന്നും കുടിക്കാൻ നിൽക്കണ്ട. സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറഞ്ഞു പോയിട്ട്, ഇനിയിപ്പോ ബിന്ദു ചേച്ചി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3-4 ഗ്ലാസ് വെള്ളം രാവിലെ എടുത്ത് കുടിച്ചു. എന്നിട്ട് ദേണ്ട കിടക്കണം, എന്റെ സോഡിയം പൊട്ടാസ്യം താഴെ പോയി, ഞാൻ തല ഇറങ്ങി ഹോസ്പിറ്റലിൽ പോകേണ്ടത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലേ. 2 ഗ്ലാസ് വെള്ളം മാക്സിമം, അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക്, 1.5 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതലൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഛർദ്ദിക്കാൻ പറ്റും. രാവിലെ ഒന്നിച്ച് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. എന്നാലും ഓക്കെ, ഒരു 1.5 ഗ്ലാസ് വെള്ളം അറ്റ് എ ടൈം കുടിക്കുവാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് മൂത്രമൊഴിക്കാൻ തോന്നും. മൂത്രമൊഴിച്ച് പോകുമ്പോൾ ആ കൂടെ തന്നെ ഈ സ്വെല്ലിങ് നന്നായിട്ട് കുറയുന്ന കാണാം. അങ്ങനെ പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, 2 ചൂണ്ടാന്തി വിരൽ എന്ന് പറയില്ലേ, ഈ 2 വിരലും കണ്ണിന്റെ താഴെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് എങ്കിലും നന്നായിട്ട് ഇച്ചിരി അമർത്തി പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഫ്ലൂയിഡുകളെല്ലാം ഒന്നെങ്കിൽ ഇതിലുള്ള ലിംഫാറ്റിക് ഫ്ലോ വഴി താഴേക്ക് പോകും, ഇല്ലെങ്കിൽ നമുക്ക് ഈ വശത്ത് വന്നിട്ട് ഉള്ളിലേക്ക് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥിയുടെ അങ്ങോട്ടേക്ക് താഴേക്കും ഒരു ഫ്ലോ ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ആ വഴി ആ ഫ്ലൂയിഡ് എല്ലാം റിമൂവ് ആയി കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ലിംഫാറ്റിക് ഫ്ലോയുടെ കൂടെ താഴേക്ക് അങ്ങനെ പോകും. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു 20 സെക്കൻഡ് എങ്കിലും നമ്മൾ കണ്ണിന്റെ ഇവിടെ താഴെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി
ബലത്തിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് പ്രസ് ചെയ്ത് അവിടെയൊക്കെ ഭയങ്കര നേരിയ ബ്ലഡ് വെസൽസ് ധാരാളം ഉള്ള സൈഡാണ് അവിടെയൊക്കെ. അതെല്ലാം കൂടി പൊട്ടിച്ചിട്ട് കണ്ണിലിങ്ങനെ രക്തം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്കൊന്നും ആക്കരുത്. അവിടെ കിടന്ന് അമർത്തി അറ്റാക്ക് മോഡിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ സാധാരണ വെറുതെ ഇങ്ങനെ തൊടുമ്പോലെയുള്ളതല്ല, ഇച്ചിരിയുടെ ബലം കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഫ്ലൂയിഡ് പോകും. പിന്നെ ആ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഈ 2 വിരലും ഉണ്ടോ, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് രീതിയിലാക്കുക. പറഞ്ഞു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ കണ്ണട പോലെ ഒരു റൗണ്ട് രീതിയിലാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബലം കൊടുക്കുക പുറകിലേക്ക്, അതായത് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ണിങ്ങനെ തുറിച്ച് മാക്സിമം എന്തോരം നിങ്ങൾക്ക് കണ്ണ് തുറിച്ച് ഇങ്ങനെ ഇതാക്കാൻ പറ്റും. മിഴിക്കുക എന്ന് പറയില്ല, അങ്ങനെ മിഴിക്കുക. എന്നിട്ട് റിലാക്സ് ആക്കുക, അടയ്ക്കുക, പിന്നെയും തുറക്കുക, എന്നിട്ട് പിന്നെയും അതുപോലെ തന്നെ മിഴിക്കുക, പിന്നെ അടയ്ക്കുക. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വെക്കുക, മൂക്കിന്റെ ഇവിടെയായിട്ടും ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കണ്ണടയ്ക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചുറ്റുമുള്ള മസിലെല്ലാം കൺട്രാക്ട് ആവുന്നതും റിലാക്സ് ആവുന്നതും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അവിടെ ആദ്യം ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് പിന്നീട് അത് ഒന്ന് റിലാക്സ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. ഇത് അപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ഒരു 1.5 ഗ്ലാസ് വെള്ളം എണീറ്റ് വരുന്ന വഴി തന്നെ കുടിക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ മൂത്രം ഒഴിച്ചൊക്കെ കഴിയുമ്പോൾ ഈ കണ്ണിന്റെ താഴെയുള്ള സ്വെല്ലിങ് കുറയുന്ന കാണാം. പിന്നെ കണ്ണിന്റെ താഴെ ചൂണ്ടാന്തി വിരല് ഒന്ന് ജസ്റ്റ് അമർത്തി വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് വെച്ച് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. അതും ഹെൽപ്പ് ചെയ്യും. പിന്നെ കണ്ണിനുള്ള ഇനിയിപ്പോ കണ്ണിന് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റിയില്ലേ തന്നെ കണ്ണ് അടയ്ക്കുക തുറക്കുക അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുക. ഇതും നമുക്ക് കണ്ണിനും അതുപോലെ തന്നെ താഴെ കെട്ടിക്കിടക്കുന്ന കണ്ണിന് താഴെ കെട്ടിക്കിടക്കുന്ന ബുദ്ധിമുട്ടിനും സ്വെല്ലിങ്ങിന് പരിഹാരമാകും. ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ഫോർഗട്ട്, തിരുനെറ്റിയും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിത്തടവും. ഈ നെറ്റിത്തടത്തിന് നമുക്ക് നന്നായിട്ടൊരു മസാജ് കൊടുക്കണം. അതായത് നമ്മുടെ 10 വിരൽ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഈ പുരുകത്തിന്റെ മുകളിൽ നന്നായിട്ട് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ തിരുമുക എന്ന് പറയില്ല, തിരുമിയ മുകളിലേക്കും താഴേക്കും ഇതുപോലെ തന്നെ 10 വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമുക. ആ ഒരു രീതിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ആദ്യം നമ്മുടെ ഈ തിരുനെറ്റിയിലും ഇവിടെ എല്ലാം തിരുമ്മി കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് ഈ 2 സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടും അങ്ങനെ തന്നെ തിരുമുക. പിന്നെ ജസ്റ്റ് താഴേക്ക് ഇവിടുന്ന് ഇങ്ങനെ തിരുമുക. അപ്പൊ ആ ലിംഫാറ്റിക് ഫ്ലൂയിഡ് മുഴുവനും താഴേക്ക് ഒഴിയിറങ്ങും, സ്വെല്ലിംഗ് ഉണ്ടാവത്തില്ല. പിന്നെ അവിടെയുള്ള എല്ലാ മസിൽ ഗ്രൂപ്പുകൾക്കും ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ താഴേക്ക് തിരുമിയിറക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര നേരം വേണം ചെയ്യാം, 1 മിനിറ്റോ 2 മിനിറ്റോ, അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ആ ഒരു രീതിയിൽ ചെയ്യുക. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത് മൂക്കിന്റെ ഈ 2 സൈഡ് ഞാൻ പറഞ്ഞല്ലോ ലിംഫാറ്റിക് വെസൽസ് ധാരാളം ഉണ്ട്. അപ്പം ഇവിടെ ഫോൾഡ് വരാൻ ഭയങ്കര സാധ്യതയുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വിരൽ ഉപയോഗിച്ച് ഒന്നെങ്കിൽ ഈ വലിയ ഫിംഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചൂണ്ടാന്തി വിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് താഴേക്ക് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, ഈ ഒരു ചൂണ്ടാന്തി വിരൽ തന്നെ ഉപയോഗിക്കാം. ഇവിടെ താഴെയായിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ ഈ കുഴിയാനയൊക്കെ മണ്ണ് കുഴിക്കുന്ന കണ്ടിട്ടില്ല, ആ ഒരു രീതിയിൽ ഇങ്ങനെ ഈ രീതിയിൽ പിള്ളേരൊക്കെ കാണിക്കുന്ന കാണാം. ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിൽ ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ ഈ വലിയ ഫിംഗർ ഉപയോഗിച്ചിട്ട് ഈ 2 മൂക്കിന്റെ തുളയിലെ അതിന്റെ തൊട്ട് താഴെ ഈ ഒരു വശം കണ്ടോ, ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. ഈ ഒരു പോയിന്റിൽ റൗണ്ട് രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡേ ബൈ ഡേ നിങ്ങളുടെ മുഖത്തിന്റെ ലാഫിംഗ് ലൈൻ ഒക്കെ കുറഞ്ഞ, മുഖത്തെ ചുളിവുകളൊക്കെ എവിടെ പോയി അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു 3 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലാഫിംഗ് ലൈൻ ഒക്കെ പോയി മുഖം ഭയങ്കര ഒരു വി ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഷേപ്പിലേക്ക് വന്നു തുടങ്ങും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മര്യാദയ്ക്ക് ഈ ഒരു രീതിയിലുള്ള ഫേഷ്യൽ മസാജുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ. അതായത് ഈ വലിയ 2 വിരൽ ഉപയോഗിച്ചിട്ട് മൂക്കിന്റെ ഈ ഏറ്റവും അറ്റത്ത് ഈ മൂക്കിന്റെ തുളയുടെ ഇപ്പുറം ഈ ലോബുണ്ടല്ലോ അതിന്റെ താഴെ ഇങ്ങനെ റൗണ്ട് രീതിയിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക.
ഇതേപോലെ ഒന്ന് ചെയ്യാട്ടോ. ഇതിപ്പോ കാണാൻ വേണ്ടിട്ട് ഞാൻ കാണിച്ചേ ഉള്ളൂ. ഇതുപോലെ അങ്ങനെ ചെയ്യാം. പിന്നെ മൂക്കിന് നല്ല ഷേപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ മൂക്കിന്റെ പാലം മുകളിൽ താഴേക്ക് നന്നായിട്ട് ഇങ്ങനെ വലിക്കും. അങ്ങനെ വലിക്കുന്നതും ഓരോ മുഖത്തിന് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ചിലർക്ക് ഇങ്ങനെ ചീർത്ത് വീർത്ത് മത്തങ്ങ പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണെന്നല്ലേ, അതൊക്കെ ഒന്ന് മാറിയിട്ട് ഇവിടെ നല്ലൊരു ഷേപ്പ് വരുന്നത് കാണാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും ഇവിടെ നല്ലൊരു ഷേപ്പ് ആയിട്ട് കിട്ടും. ഇവിടെയൊക്കെ ഉള്ള സ്വെല്ലിങ്ങും ആ ഒരു അബ്നോർമാലിറ്റി ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി അടുത്തത് പ്ലെറ്റിസ്മ മസിൽ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു മസിൽ ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സസൈസ് ഇതെന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് സൂപ്പർഫിഷ്യൽ നെക്ക് മസിൽ ആണ് കേട്ടോ. പ്ലെറ്റിസ്മ എന്നാണ് ഇതിന്റെ പേര്. ലോവർ ജോ മുതൽ സെക്കൻഡ് റിപ്പിന്റെ ഈ ഒരു ഏരിയ വരെ ഇതിങ്ങനെ വ്യാപിച്ചു കിടപ്പുണ്ട് നമ്മുടെ ഈ പ്ലെറ്റിസ്മ മസിൽ ഗ്രൂപ്പ്. ഇത് അപ്വേർഡ് പ്രൊസീഡ് ചെയ്ത് ഫ്രണ്ട് സൈഡ് ഓഫ് ദ നെക്ക് കോളർ ബോണിനെ ക്രോസ് ചെയ്ത് കൂടാതെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റേണോ ക്ലീഡോ മാസ്റ്റോയിഡ് മസിലിനെ. ഇതൊരു സൂപ്പർഫിഷ്യൽ കുട്ടിനിയസ് മസിൽ ഗ്രൂപ്പാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് മസിൽ ഗ്രൂപ്പുകളെ പോലെയല്ല, ഇത് സ്കിന്നുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സൈഡിലെ കഴുത്തിന്റെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പ്ലാറ്റിസ്മ മസിൽ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് മസിലിന് ഇതിന് കൊടുക്കുന്ന റിലാക്സേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് വരുന്ന സ്ട്രെസ്സും ടെൻഷനും നമ്മുടെ ഈ ജോ ലൈന് തൂങ്ങാനും അസിമെട്രി ഷേപ്പ് ആകാനും അതുപോലെ കഴുത്തിന് മുഴുവനും ഒരു വീനസ് ലൈനും ചുളിവുകളും ചുക്കി ചുളിവുകളും പിന്നെ ചില പ്രായമുള്ളവർക്ക് കാണാം, യൂഷ്വലി കാണാം. അതുപോലെ തന്നെ പ്രായം കുറഞ്ഞവർക്ക് പോലും ഇവിടുന്ന് രണ്ട് വലിയ ഒരു തൂങ്ങാല പോലെ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടില്ലേ ചിലർക്ക്. അത് ചെറിയ പ്രായമുള്ളവർക്ക് പോലും ഒരു 35-40 വയസ്സുള്ളവർക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു പിടുത്തം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചില പക്ഷികളുടെ ഒക്കെ കിടക്കും പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാമല്ലേ. അതൊക്കെ വരുന്നത് ഈ ഒരു പ്ലാറ്റിസ്മ മസിൽ ഗ്രൂപ്പിന് വരുന്ന ഓവർ സ്ട്രെസ് കാരണം. പല പല കാരണങ്ങൾ കൊണ്ടുവരാം. ഇതുപോലെ നമ്മൾ ഒരു ഫേസ് മസാജ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ലിംഫാറ്റിക് ഫ്ലൂയിഡുകളും എല്ലാം കെട്ടിക്കിടന്ന് ഓവർ സ്ട്രെസ്സും പിന്നെ ഓവർ വെയിൽ കൊള്ളുക, ഒട്ടും കൊളാജൻ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല, വിറ്റാമിൻ മിനറൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ ഒന്നും നമ്മൾ ഗീ ഒന്നും കഴിക്കുന്നില്ല, മില്ലറ്റ്സ് ഒന്നും കഴിക്കുന്നില്ല, വെജിറ്റബിൾ കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, പിന്നെ ഓവർ മുഖം കൊണ്ട് ഓവർ നമ്മുടെ മനസ്സിൽ ദേഷ്യവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഒരാളോട് കരിയും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്നുള്ള മട്ടിൽ നമ്മുടെ മുഖം ഇങ്ങനെ അറിയാതെ വലിഞ്ഞു മുറുകില്ല. ആ വലിഞ്ഞു മുറുക ഈ ഒരു വാക്ക്, അങ്ങനെയൊക്കെ വലിഞ്ഞു മുറുകുമ്പോൾ ആ മസിൽ ഗ്രൂപ്പിനാണ് നമ്മൾ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ആരോടും ഒരുപാട് ദേഷ്യം വൈരാഗ്യം ഇങ്ങനെ കാണിക്കേണ്ട, ഒരുപാട് ഇങ്ങനെ പറയണ്ടെന്ന് പറയുന്നത്. അതെല്ലാം ഒരേ രീതിക്ക് നമ്മുടെ മസിലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ഓവർ സ്ട്രെസ് ആയിട്ട് ഈ ഒരു മസിൽ ഗ്രൂപ്പിന് വരുന്ന സ്ട്രെസ് കാരണം ഇതെല്ലാം കൂടി തൂങ്ങി പറഞ്ഞ് ഇതുപോലെ ഭയങ്കര വൃത്തികേടായിട്ട്, ഇതുപോലെയല്ല ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ പകൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇച്ചിരി ക്രീമോ ഇച്ചിരി മസാജ് ഓയിലോ എന്തെങ്കിലും ലോഷനോ ഒക്കെ എടുത്തിട്ട് പിന്നെ നന്നായിട്ട് പിന്നെ അത് ഇച്ചിരി നാച്ചുറൽ ആവുകയാണെങ്കിൽ നല്ല കാര്യമായിട്ട്. അതെന്റെ ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഞാൻ നാച്ചുറൽ ആണല്ലോ. അപ്പൊ അങ്ങനെയും കൂടി ആണെങ്കിൽ നല്ല കാര്യം. അപ്പൊ മുഖത്തും കഴുത്തേലൊക്കെ തേച്ചിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ മസാജ് കൊടുക്കണം. പിന്നെ അത് കയ്യിലും തേച്ചിട്ട് കൈവെള്ളമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന നല്ല രസമല്ലേ, അങ്ങനെയല്ലേ ചുക്കി ചുളിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വിഷമല്ലേ, അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഉപ്പിടാൻ നേരത്തോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന മുഖവും കൈവരലും കാലും ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഭാഗത്തൊക്കെ നമുക്ക് തേച്ചിട്ട് ഒന്ന് മസാജ് കൊടുക്കാം. കൈന്റെ ഒക്കെ മസാജ് ഞാൻ കാണിച്ചു തരാം പിന്നീട്. ഇപ്പൊ ഈ ഭാഗത്തിനെ കുറിച്ച് പറയാം. അപ്പൊ എന്തായാലും എല്ലാ ദിവസവും നിങ്ങളൊന്ന് മസാജ് കൊടുക്കണം. അപ്പൊ ഈ പ്ലാറ്റിസ്മ മസിലിന് ഒരു ഡയറക്റ്റ് ഇൻസെർഷൻ സ്കിന്നുമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മുഖത്ത് വരുന്ന എല്ലാ എക്സ്പ്രഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ കഴുത്തിലേക്ക് ഇങ്ങനെ ഒഴുകി പടർന്നു നടക്കുന്ന ഈ മസിൽ ഗ്രൂപ്പിന് പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ ഡബിൾ ചിൻ ഉണ്ടാകുന്നതും അതുപോലെ ഇവിടെ ഇങ്ങനെ വലിയ തൂങ്ങാല പോലെ തൂങ്ങി കിടക്കുന്ന സ്കിന്നും ഫോൾഡുകളും വീനസ് ലൈനും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ പ്ലാറ്റിസ്മ മസിൽ ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കാത്ത എക്സസൈസുകൾ ഓവർ സ്ട്രെസ്സും കാരണമാണ്. അപ്പം ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 98% പിന്നെ എന്താ ഈ ഒരു ചുളിവും പ്രശ്നങ്ങളും എല്ലാം ഒഴിവാക്കാൻ പറ്റും, ഡബിൾ ചിന്നും ഒഴിവാക്കാൻ പറ്റും.
ഇനി അടുത്ത ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാറ്റിസ്മ മസിൽ ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ കോളർ ബോൺ ഉണ്ടല്ലോ, ഈ രണ്ട് കോളർ ബോണിന്റെ താഴെയായിട്ട് എന്റെ ഈ മൈക്ക് ഇരിക്കുന്ന ആ ഒരു സൈഡ്. അപ്പൊ എനിക്ക് അവിടെ ഇപ്പൊ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കൂല, അതിന്റെ താഴെയായിട്ട് ഞാൻ ഇങ്ങനെ പിടിക്കാം. അപ്പൊ അതാ ഇങ്ങനെ ഇപ്പൊ ഈ മൈക്ക് ഇരിക്കുന്ന ആ ഒരു സൈഡിൽ തന്നെ കോളർ ബോണ്ട് തൊട്ട് താഴെയായിട്ട് നിങ്ങൾ പിടിക്കണ്ട കേട്ടോ. അങ്ങനെ ഇങ്ങനെ കുറച്ച് അമർത്തി ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കാം. അതിനുശേഷം നമ്മൾ കഴുത്ത് മാക്സിമം മുകളിലേക്ക് ഉയർത്തിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സ്ട്രെച്ചിങ് ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും, ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അങ്ങനെ ഉയർത്തുക. പിന്നെ വളരെ പതുക്കെ മാത്രം കഴുത്ത് താഴേക്ക് താത്തുക. അല്ലാതെ അയ്യോ ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് 4 ചുവട് കപ്പ നടാനുള്ള ആ ഒരു തിരക്കിലോ, അല്ലെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാന്ന് പറഞ്ഞ ഭയങ്കര സ്പീഡിൽ താത്തി പൊക്കി അങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ റിലാക്സ് ആയിട്ടുള്ള സമയത്ത് മാത്രം ഫേസ് മസാജ് ചെയ്താൽ മതി. ഇതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി. അപ്പൊ ദാ കോളർ ബോണ്ട് ഞാൻ ഇനി വോയിസ് കൊടുക്കുന്നില്ല, ചിലപ്പോ ഈ മൈക്ക് കാരണം വോയിസ് കിട്ടത്തില്ല. ഞാൻ കാണിച്ചു തരാം. വളരെ റിലാക്സ് ആയിട്ട്, അതായത് നമ്മൾ കഴുത്ത് നന്നായിട്ട് ഉയർത്തിയിട്ട് അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, മുകളിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക. കുറച്ചു നേരം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് പതുക്കെ റിലാക്സ് ആകുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു മസിലിന് റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് റിലീസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സസൈസും ചെയ്യാം. ഇനി നമുക്ക് കണ്ണിന്റെ മുകളിലായിട്ട് പിരികത്തിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ചിലർക്ക് ഭയങ്കര ഒരു ഡ്രൂപ്പിംഗ് ഐ ആയിരിക്കും, ഇങ്ങനെ പോളയെല്ലാം കൂടി ഇങ്ങനെ അടഞ്ഞ പോലെ കണ്ണങ്ങ് ഒരു സങ്കണ ഐ ആയിട്ട് പോകും. അതെല്ലാം ഈ കണ്ണിന്റെ ചുറ്റുമുള്ള ഈ ചിത്രത്തിൽ കാണുന്നുണ്ടോ, ഈ ഒരു മസിൽ ഗ്രൂപ്പിന് ഒട്ടും ഒരു റിലാക്സേഷൻ ഒന്നുമില്ല. അത് സ്ട്രെസ്സും ഒക്കെ ആയി കഴിയുമ്പോൾ, ഓവർ സ്ട്രെസ്സും ഓവർ ഫ്ലൂയിഡ് കളക്ഷനും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ അടഞ്ഞ് ഇങ്ങനെ ഇതായി പോകുന്നത്, തൂങ്ങിപ്പോകുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ണിന്റെ ഈ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് ഇതുപോലെ വലിച്ച് എക്സസൈസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് താഴേക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ താഴേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇനി പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ തിരുനെറ്റി മുതൽ പിരികത്തിന്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ വലിച്ച് എക്സസൈസ് ചെയ്ത് കൊടുത്തിട്ട്, നമ്മുടെ പിരികം തുടങ്ങുന്ന സ്ഥലമില്ലേ അവിടെ നമ്മൾ 2 വിരലും കൊണ്ട് ഇങ്ങനെ പിരികം ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അതും ഒത്തിരി നല്ലതാണ്. ഇതാ പിരികത്തിന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന. ഇനി നെറ്റിയിൽ ഞാൻ ചെയ്ത അടുത്തൊരു എക്സസൈസ്, മുടിയുടെ ഭാഗത്തേക്ക് പുറകിലേക്ക് നമ്മൾ ഒരു വിരലും കൊണ്ട് ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് റൗണ്ട് രീതിയിൽ മൊത്തം നെറ്റി ഇങ്ങനെ നമ്മൾ പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ മുടി ഇങ്ങനെ പുറകിലേക്ക് വലിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈയിലെ 2 വിരലുകളും കൊണ്ട് നെറ്റി മുഴുവൻ ഇങ്ങനെ റൗണ്ട് രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത്. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 2 ഫേസ് എക്സസൈസ് എന്നുള്ള പേരിൽ കാണിക്കുന്ന 2 പരിപാടികൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഒത്തിരി യൂട്യൂബ് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ എന്തോ ഒരു സിലിക്കോണിന്റെ എന്തോ റബ്ബറിന്റെ ഒരു സാധനം, ഒരു ജെല്ലാണോ അത് സിലിക്കോണിന്റെ ഒരു പീസാണോ, അങ്ങനെ വായിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചവയ്ക്കാൻ പറയത്തില്ലേ. ഒരിക്കലും നിങ്ങൾ ആ ഒരു എക്സസൈസ് ചെയ്യരുത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഫേഷ്യൽ മസിൽ ഗ്രൂപ്പിന് ഓവർ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് എന്താണോ അത് നമ്മുടെ മസിലിന് ഭയങ്കര സ്ട്രെസ്
വരും. ഇപ്പൊ ഇത്രയും നേരം തന്നെ ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന് സംസാരിച്ചപ്പോ തന്നെ എന്റെ മസിലെല്ലാം കൂടി ഇങ്ങനെ ഒരു പിടുത്തമാണ്, ഒരു കടച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള കടച്ചിൽ തന്നെയാണ്, ആ ഒരു രീതിയിലുള്ള സ്ട്രെസ് തന്നെയാണ് നിങ്ങളിങ്ങനെ സിലിക്കോൺ ജെല്ലോ എന്തോ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ ചവചവാന്ന് ചവയ്ക്കാൻ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ചവയ്ക്കുമ്പോ ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ മസിലിനെല്ലാം ആ സ്ട്രെസ് കയറി പിടിക്കും. അങ്ങനെ ഒരു ചെയ്യില്ല. പിന്നെ വേറെ യൂട്യൂബിലൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്, ഇങ്ങനെ സ്പൂൺ എന്തോ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചവയ്ക്കാൻ പറയുന്ന ഒരു എക്സസൈസ് ഇല്ലേ, അതും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് രണ്ട് ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസ് ആണ്. ഇതൊക്കെ ഓവർ സ്ട്രെസ് നമ്മുടെ മസിൽ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് റിലാക്സ് ആയിട്ട് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് മസിൽ ഗ്രൂപ്പുകൾക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ അതിന് കൂടുതൽ പ്രഷർ, കൂടുതൽ അധ്വാനം കൊടുക്കുകയല്ല വേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ മുഖത്തിന്റെ ഏകദേശം എല്ലാ പാർട്ടിലേക്കുള്ള എക്സസൈസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നെറ്റിയുണ്ട്, മൂക്കുണ്ട്, ഈ സൈഡിലെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് എല്ലാം ഒഴുകി പോകാനുള്ളതുണ്ട്, സൈഡുണ്ട്, ജോ ലൈൻ ഷേപ്പ് ആകാനുള്ളതുണ്ട്, അങ്ങനെയൊക്കെ എല്ലാ തരത്തിലുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴുത്ത് പ്രധാനമാണ്. എന്തൊക്കെ നമ്മൾ മുഖത്ത് ചെയ്യുന്നു അതൊക്കെ കഴുത്തേലേക്കും കൂടി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഈവൻ ഇപ്പൊ മുഖത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇടുവാണെങ്കിൽ ഇത് കഴുത്തേലേക്കും കൂടി ഇടുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മുഖത്തെയും കഴുത്തിലെ എല്ലാ മസിലും അത് കണക്റ്റഡ് ആണ് എല്ലാം കൂടി. പിന്നെ അതിന്റെ ഒക്കെ ഒരു എന്താ പറയാ, സ്ട്രെച്ചിങ്ങും സ്ട്രെസ്സും എല്ലാം മൊത്തത്തിൽ വ്യാപിക്കുന്നുണ്ട്, മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ജോ ലൈനും ബാക്കിയുള്ള താഴേക്കും ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ താഴേക്കുള്ള മസിൽ ഗ്രൂപ്പിന് ഒട്ടും നമ്മൾ ഒരു വ്യായാമം കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം കൂടി തൂങ്ങി അപ്പൊ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പേ ഇങ്ങനെ ഇടിഞ്ഞ് തൂങ്ങിയ പോലെ ആയി പോകും. കുറെ പേര് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറെ പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ, നമ്മുടെ കൂടെ പഠിച്ചവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും, അയ്യോ എന്ത് പറ്റിയെന്ന് നമ്മൾ ഓർക്കും. പക്ഷെ നമുക്ക് അവരോട് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല, അവർക്ക് വിഷമാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അവർക്കൊക്കെ ഇങ്ങനെ ഓവർ ഈ മസിലിന് സ്ട്രെസ്സും ടെൻഷനും കയറിയിട്ട് അതിങ്ങനെ ഒരു എക്സസൈസോ ഒരു മസാജോ ഒന്നും കൊടുക്കാതെ, ആവശ്യത്തിനുള്ള കൊളാജൻ ഇല്ലാതെ, വിറ്റാമിനും മിനറലും ഉള്ള ഫുഡ് കഴിക്കാതെ അങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ ഒരു അസിമെട്രി ഷേപ്പിലേക്ക് പോകുന്നതാണ്. മുഖം എല്ലാം ഇടിഞ്ഞ് തൂങ്ങി, കഴുത്തിന്റെ ഇവിടെ എല്ലാം ചുളിവ് പിടിച്ച് തൂങ്ങി, ജോ ലൈനൊന്നും ഒരു ലൈനൊന്നും കാണാതെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറിയിട്ട് ഭയങ്കരമായി പോയല്ലോ, ഏജ് ആയി പോയല്ലോ നമുക്ക് തന്നെ തോന്നും. ആ രീതിയിലേക്ക് കുറെ പേരെങ്കിലും മാറിപ്പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം മുഖം എന്തായാലും എക്സസൈസ് ചെയ്യണം. അപ്പം ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള നാച്ചുറൽ പ്രൊഡക്റ്റുകൾ മുഖത്ത് തേച്ച് വെച്ചിട്ട് പിന്നെ കുറെ നേരം കഴിയുമ്പോൾ നമ്മൾ കഴുകി കളയുകയൊക്കെ ചെയ്ത്, ആ കഴുകി കളയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ കാണിച്ചിരുന്ന എക്സസൈസ് ഒക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. 1-2 വട്ടം നിങ്ങൾ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്ത പോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് കാണാപ്പാടാവും, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കാര്യങ്ങളും ഒക്കെ. മെഡിക്കൽ വേർഡ്സ് ഒക്കെ വിട്ടേരെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കഴുത്തിലെ മസിലും മുഖത്തെ മസിലും തൂങ്ങി പറഞ്ഞു പോകാൻ പാകത്തിന് ഹാർഡായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒന്നും ചെയ്യരുത്. വളരെ റിലാക്സ് ആയിട്ടുള്ള രീതിയിലുള്ള മസിലുകളെ എക്സസൈസുകളെ ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് മുഖത്ത് നമ്മൾ എന്ത് മസാജ് എക്സസൈസ് എന്ന് തന്നെയാണ് പറയുന്നത്, മുഖത്ത് നമ്മൾ എന്ത് മസാജ് ചെയ്യുന്നതിന് മുമ്പ് മുഖത്ത് എന്തെങ്കിലും ഒരു ക്രീമോ ലോഷനോ ഉപയോഗിക്കണം. ഹാർഡായിട്ട് നമ്മൾ മുഖത്തൊന്നും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണ് മുഖത്ത് നിറയെ ഫേഷ്യൽ മസിൽസും അതുപോലെ കുഞ്ഞു ബ്ലഡ് വെസൽസ് മുതൽ ലിംഫാറ്റിക്കിന്റെ വലിയ വെസൽസ് മുതൽ എല്ലാം കഴുത്തേലേക്കും മുഖത്തിന്റെ സൈഡിൽ കൂടെ കഴുത്തിന്റെ ചെവിന്റെ ഭാഗത്തോടെ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ലിംഫാറ്റിക് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കരുത്, ഒഴുകി പോണം. അതിനുവേണ്ടിയാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ശരിയാണല്ലോ ഈ പറഞ്ഞതൊക്കെ, അപ്പൊ നമുക്കും ഇന്ന് മുതൽ എക്സസൈസ് മസാജ് ഒക്കെ ചെയ്ത് തുടങ്ങാമെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പൊ അങ്ങനെയാണ് കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഇത് മാത്രമല്ല, ഈ ഒരു മസാജ് ഓയിലും ബോഡി മോയിസ്ചറും മാത്രമല്ല, ഒത്തിരി ഹെൽത്ത് പ്രൊഡക്റ്റുകൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, കസ്തൂരി മഞ്ഞൾ, ഫേസ് പാക്ക് ഒക്കെ ഉണ്ട്, ക്രാക്ക് ബാം അടക്കം എല്ലാം ഉണ്ട്, ലിപ്സ്റ്റിക് എലിബാം ഒക്കെ ഉണ്ട്. ഞാനിപ്പോ ഇട്ടേക്കുന്നത് നമ്മുടെ നാച്ചുറൽ ലിപ്സ്റ്റിക് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വരൂ. അതുപോലെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് വേണം, കമന്റും വേണം, പിന്നെ ഷെയറും ചെയ്യണം കേട്ടോ. ഇത്രയും കാര്യം എന്റെ റിക്വസ്റ്റ് ആണ്. അപ്പൊ ശരി, ഇനിയിപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ലെന്തി വീഡിയോ ആയിപ്പോയി, പക്ഷെ ഇത്രയും കാര്യങ്ങൾ പറയാതെ കുറച്ചായിട്ട് പറഞ്ഞു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പകുതി മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ബാക്കി എല്ലാ മുഖത്തെ എല്ലാ അവയവങ്ങൾക്കുള്ള മൂക്കിനും കണ്ണിനും താടയ്ക്കും കഴുത്തിനും ഒക്കെ ഉള്ളത് പറയണ്ടേ. അതുകൊണ്ട് ഇത്രയും ലെന്തായിപ്പോയി.